ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് ആത്യന്തിക ലക്ഷ്യം എന്നാണ്. അമേരിക്കയുടെ നിശബ്ദ പിന്തുണ ഈ ആക്രമണത്തിനുണ്ടെന്നും ട്രംപുമായി തനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലെന്നും നെതന്യാഹു ഫോക്സ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്. അതേസമയം ട്രംപ് പറയുന്നത് ഇരു രാജ്യങ്ങളോടും ബഹുമാനമുണ്ടെന്നും സമാധാന ശ്രമത്തിൽ ഇടപെടാനുള്ള സമയമായി എന്നുമാണ്. വളരെ കൃത്യമായി അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഈ നിലപാടിൽ വ്യക്തമാണ്. നമുക്കറിയാം, ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിനേക്കാൾ കൂടുതൽ അമേരിക്കയുടെ ആവശ്യമായിരുന്നു. അത് അവർ ഇസ്രായേലിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ചില സമാധാന ശ്രമങ്ങൾക്കുള്ള വഴികൾ തെളിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിരൂക്ഷമായ ആക്രമണം, അതായത് ഇറാൻ ഇന്നലെ രാത്രിയിൽ ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട ഓരോ നഗരങ്ങളെയും തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിശക്തമായ സ്ഫോടന ശബ്ദങ്ങളുണ്ടായി. ജനങ്ങൾ ബങ്കറുകളിൽ തുടരുകയാണ്. അടിയന്തരാവസ്ഥ, ഏതാണ്ട് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ രീതിയിലാണ്. ഇന്നും അവിടുത്തെ സ്കൂളുകളും ഓഫീസുകളും മറ്റും പ്രവർത്തിക്കുന്നില്ല. ജനങ്ങൾ കൂട്ടം കൂടരുതെന്നും പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശമാണ്. അതായത് ഹമാസുമായി അല്ലെങ്കിൽ പലസ്തീനുമായുള്ള യുദ്ധത്തേക്കാൾ കൂടുതൽ ഇസ്രായേൽ ആഘാതം നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മറുവശത്താകട്ടെ, ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ വധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ആണവ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നു. ആക്രമണം അവസാനിപ്പിക്കില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. ഏറ്റവും പുതിയ വിവരമായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയെ വധിക്കാൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടെന്നും അമേരിക്ക അത് തടഞ്ഞു എന്നുമാണ്.